ഇതെന്തോ ഒരു പ്രത്യേകമായ കുത്തിക്കുറിപ്പ്. ഹലോ, ഇതെന്തുവാന്ന്? കേസ് അന്വേഷണത്തിന്റെ വ്യത്യസ്തമായ വഴികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം. അതിൽ നിന്ന് ഞാൻ എന്റേതായ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തുക. ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നല്ലാതെ ഇന്നേ വരെ ഒരു നല്ല കേസ് പ്രതാപമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഞാൻ അത്യുത്സാഹിയായ ഒരു പോലീസ് ഓഫീസറാണെന്ന് പ്രതാപേട്ടൻ മേലധികാരികളെ ബോധിപ്പിച്ചാൽ മതി. അല്ലാതെ അത് എന്റെ അടുത്ത് കാണിക്കണ്ട. ഇതൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ച് എഴുതിക്കോ. നീ ഇതെന്തറിഞ്ഞാ സംസാരിക്കുന്നേ? ഇതെന്റെ ജോലിയുടെ ഭാഗമാ. പ്രതാപേട്ടനല്ലേ പറയുന്നത് ജോലി സമയത്ത് ജോലി മാത്രം ശ്രദ്ധിക്കണമെന്ന്? അത് കഴിഞ്ഞു. ഇനിയുള്ള ഉത്തരവാദിത്തം കുടുംബത്തോടെ കാണിക്കേണ്ടത്. നിനക്കിപ്പോ എന്തുവാ വേണ്ടേ? അങ്ങനെ ചോദിക്ക. അധ്വാനം, ആഹാരം, ഉറക്കം, ഇതല്ലാതെ ഇതിനിടയിൽ വിനോദം എന്നൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ വിനോദിക്കാറുണ്ടല്ലോ. ആ വിനോദമല്ല, മാനസികമായ ഉല്ലാസം. സിനിമ, നാടകം, ഗാനമേള, അങ്ങനെ എന്തെല്ലാം വിനോദങ്ങളുണ്ട്. സമയം ഉണ്ടാക്കണം. ദേ, ഇന്ന് കിള്ളിക്കുന്ന് ക്ഷേത്രത്തിലെ ഒരു മെഗാ ഷോ ഉണ്ട്. TV കലാകാരന്മാരുടെ മിമിക്രി, ഗാനമേള, അങ്ങനെ വിപുലമായ പരിപാടികളാ. നമുക്ക് കാണുമ്പോ ആലിസേ, അമ്പലപ്പറമ്പിൽ പോയി മിമിക്രി കാണലല്ല SI പ്രതാപചന്ദ്രന്റെ ജോലി. അല്ലെങ്കിലും എന്റെ കൂടെ ഒരിടത്തും വരുന്ന പ്രതാപേട്ടന് ഇഷ്ടമല്ലല്ലോ. ഓ, ഇതിപ്പോ അങ്ങനെയാക്കിയോ? ആലിസേ, കലാപരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ഏത് മാനസികാവസ്ഥയാണെങ്കിലും ഭാര്യ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുന്നതാ സ്നേഹമുള്ള ഭർത്താക്കന്മാരുടെ ലക്ഷണം. അങ്ങനെയുള്ള എത്ര ഭർത്താക്കന്മാരെ നിനക്കറിയാം? ഹലോ, ഭാര്യയുടെ ആവശ്യങ്ങൾ സന്തോഷത്തോടെ അംഗീകരിച്ചു കൊടുക്കുന്ന നിനക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ പേരൊന്ന് പറഞ്ഞേ. അതിപ്പം ഞാൻ ലിസ്റ്റ് എടുത്ത് വെച്ചേക്കോണം. എടുത്താലും കിട്ടില്ല. ഭാര്യയെ പിണക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരുടെ താളത്തിനൊത്ത് നിന്നു കൊടുക്കുന്ന ചില ഗതികെട്ട ഭർത്താക്കന്മാരുടെ നിസ്സഹായ അവസ്ഥയാണ് നിങ്ങൾ പെണ്ണുങ്ങൾ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ ഭാര്യയെ സുഖിപ്പിക്കേണ്ട കാര്യം SI പ്രതാപചന്ദ്രനില്ല. അപ്പൊ എന്നെ മിമിക്രി കാണിക്കാൻ കൊണ്ടുപോകത്തില്ലയോ? ഞാൻ കൊണ്ടുപോകില്ല. അഥവാ നിനക്ക് പോകണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ക്ഷേത്രത്തിൽ ഉത്സവ ഡ്യൂട്ടിക്ക് പോയിക്കോ. അങ്ങനെ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകുന്നില്ല. കലാപരിപാടി കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. എപ്പോഴും എല്ലായിടത്തും ഒന്നിച്ചു പോകാൻ ഇത് നമ്മുടെ മധുവിധ കാലമൊന്നും അല്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നോ? വീട്ടുകാരെ പേടിച്ച് ഓടി നടക്കുമല്ലായിരുന്നോ? എങ്കിൽ ഒരു മാസം ലീവ് എടുത്ത് ഹണിമൂണിന് നമുക്ക് ഗോവയ്ക്ക് പോവാം. എനിക്ക് ഒരിടത്തും പോണ്ട. തൊട്ടടുത്ത അമ്പലത്തിൽ മിമിക്രി കാണിക്കാൻ കൊണ്ടുപോകാത്ത ആളാ ഇനി ഗോവയിലേക്ക് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്നത്. അതെ, നിനക്ക് അവിടെ പോയി മിമിക്രി കാണാത്തതിന്റെ വിഷമാണോ? ആലിസിന് ഏത് മിമിക്രിയെ കാണേണ്ടത്? ഞാൻ കാണിക്കാം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്. ഇനി പട്ടിയുടെയും പൂച്ചയുടെയും ശബ്ദം ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഞാൻ അനുകരിക്കാം. അതെ, കോളേജിൽ ഞാൻ സ്റ്റാർ ആയിരുന്നു. പക്ഷെ കാക്കിയിട്ട് പോയില്ലേ. അല്ലായിരുന്നെങ്കിൽ നീ എന്നെ അഭ്രപാളിയിൽ കാണേണ്ടി വന്നേനെ. പ്രേക്ഷകരുടെ ഭാഗ്യം. ഒരു കലാപരിപാടി കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ മനസ്സിലാത്ത ആളാ കലാകാരനാവാൻ പോകുന്നത്. ഒരു ലോഡ് പുച്ച ഇറക്കിയിട്ടിട്ട് പോയിരിക്കുക അവളുടെ മിമിക്രി. എടോ, ഉത്സവം നടക്കുന്ന കിള്ളിക്കുന്ന് ക്ഷേത്രത്തിൽ താൻ പോലീസിന് ഡ്യൂട്ടി കിട്ടില്ലായിരുന്നോ? അവർ ആവശ്യപ്പെട്ടിട്ടില്ല സർ. ഒരു ആഘോഷത്തിന് ആളുകൾ കൂടുന്നിടത്ത് പോലീസിന് ഡ്യൂട്ടി കിടന്ന് ആവശ്യപ്പെടുന്നു. വളരെ സമാധാനപരമായി ഉത്സവം നടക്കുന്ന സ്ഥലമാണ് സർ. വെറുതെ പോലീസിനായിട്ട് കുഴപ്പമുണ്ടാക്കണ്ടെന്ന് കരുതി. കമ്മിറ്റിക്കാർക്ക് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ കമ്മിറ്റിക്കാർ നിയന്ത്രിക്കണ്ട. അവിടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഒരു ബന്ധുവാ വിളിച്ചത്. വേഗം 2 കോൺസ്റ്റബിൾസിനെ അങ്ങോട്ട് അയക്കണം. ആരെ വിളിച്ചത്? പരമേശ്വർ സാർ. ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ പ്രോഗ്രാമിന്റെ ഇടയിൽ എന്തോ പ്രശ്നം നടന്നു. അപ്പൊ പോവായിരുന്നു നന്നായി. എന്താ അവിടെ പ്രശ്നം? അതറിയണോന്ന് നിർബന്ധമുണ്ടെങ്കിൽ യൂണിഫോം എടുത്തിട്ട് ഉത്സവപ്പറമ്പിലേക്ക് ചെല്ല്. അവിടെ 2 പോലീസുകാരെ ഡ്യൂട്ടി കിടാനാ സിയുടെ ഓർഡർ. ഈ രാത്രി ഞാനങ്ങും പോകുന്നില്ല. നിനക്ക് പ്രോഗ്രാം കാണാം. അയ്യോ വേണ്ടേ, ഞാൻ ആ മോഹം ഉപേക്ഷിച്ചു. ആകെ വിരലെണ്ണാവുന്ന പോലീസുകാരും ഉണ്ട്. നാട്ടിൽ എവിടെ ചെണ്ട ഹോട്ടൽ നടന്നാലും അവിടെ എല്ലാം ചെല്ലുകയും വേണം. പോവാണോ? എനിക്ക് ഉറക്കം വരുന്നു.
വനിതാ പോലീസിനെ രാത്രി ഡ്യൂട്ടി കിട്ടുക അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ SI തന്നെ പോകേണ്ടി വരും. ഹലോ ഹലോ പുരുഷോത്തമൻ, SI പ്രതാപേന്ദ്രനാ സാർ. ആ കിള്ളിക്കുന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ എന്തോ പ്രശ്നം. എന്താ സാർ? ആനയടഞ്ഞോ? ആനയടഞ്ഞു ഞാൻ പറഞ്ഞോടോ. താൻ എന്തെങ്കിലും ഉണ്ടാക്കി ഇങ്ങോട്ട് പറയാതെ. ശരി സാർ. വേറെന്തോ പ്രശ്നമോ? CA വിളിച്ചു പറഞ്ഞ കേസാ. താൻ ആ സെബാസ്റ്റ്യൻ കൂട്ടി അതുവരെ ഒന്ന് പോ. ഓക്കെ സാർ. പിന്നെ രാത്രി ഇനി എന്നെ വിളിക്കണ്ട. ശരി സാർ. ഓക്കെ സാർ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പരമേശ്വര സാറ് തന്നെ പോകേണ്ടി വരും. ആലിസ ഉറങ്ങിയോടി? സാറേ, നമ്മുടെ പ്രധാന ഐറ്റംസ് എന്ന് പറയുന്നത് തണുപ്പ് തങ്കപ്പന് 2 ഭാര്യമാരുണ്ട്. ഒരു രഹസ്യ ഭാര്യയും ഒരു ഒറിജിനൽ ഭാര്യയും. അപ്പൊ ഈ രഹസ്യ ഭാര്യ ഈ തണുപ്പ് തങ്കപ്പ മരിച്ചു കിടക്കുമ്പോ എങ്ങനെ കരയുന്നു എന്ന് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ കാണിക്കും. ആയിക്കോട്ടെ. രാധാകൃഷ്ണ ചേട്ടാ, ഈ രഹസ്യ ഭാര്യ എങ്ങനെയാണ് കരയുന്നതെന്ന്. ഇനി ഒറിജിനൽ ഭാര്യ കരയുന്ന എങ്ങനെ നോക്കാം. ചേട്ടാ കാണിക്ക്. ഒറിജിനൽ ഭാര്യ. അയ്യാ തങ്കപ്പണ്ണോ, തണുപ്പ് തങ്കപ്പണ്ണോ പോയേ. അയ്യോ ഇനി ഞാൻ ആരെ വിളിക്കും? എനിക്കിത് കാണാൻ വയ്യേ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. എന്നെ കൂടെ കൊണ്ടുപോകാത്തത് തണുപ്പ് തങ്കപ്പണ്ണോ. ഇനി ഞാൻ എന്തിനും ജീവിച്ചിരിക്കുന്നത്? അയ്യോ രാവിലെ ഉറക്കൊഴിക്കാൻ പറ്റും സാരമല്ലേ? ഒന്നും ചെയ്യട്ടാ, ഞാനെല്ലാം ചെയ്ത് പറയൂ. ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പാലില്ലെങ്കിൽ പശുവിനെ പിടിച്ച് തല ഉത്തര അടിച്ചെങ്കിലും പാലുണ്ടാക്കി എനിക്ക് ചായ ഇട്ട് തരുന്ന എന്റെ തണുപ്പ് തങ്കപ്പള്ളൂ. ഇന്നലെ രാത്രി അമ്പലത്തിൽ അവതരിപ്പിക്കേണ്ട മെമിക്രി ഇവിടെ അവതരിപ്പിച്ച് കാണിക്കുകയായിരുന്നു. തന്റെ പേരെന്താ? ഞാനിപ്പോ മോഹൻലാലാ. മോഹൻലാൽ ഇപ്പൊ ഇങ്ങനെയായോ? അല്ല, സ്റ്റേജിൽ കറക്റ്റാ സാറേ. ഞാൻ പൃഥ്വിരാജ. മോഹൻലാലും പൃഥ്വിരാജും അല്ലാതെ സ്വന്തം പേരിലുള്ള വേറെ ആരും ഇല്ലേ? ഞാനുണ്ട് സാറേ. അത് ശരി. തനിക്ക് എന്ത് പറ്റി? ആരെങ്കിലും മരിച്ചുപോയോ? ഒരു ഭാര്യയും ഒരു രഹസ്യ കാമുകിയും ഒരാൾ മരിച്ചു കിടക്കുമ്പോ ഭാര്യ കരയുന്നതും രഹസ്യ ഭാര്യ കരയുന്നതും ഇവിടെ കരഞ്ഞു കാണിക്കായിരുന്നു. നല്ല രസമായിരുന്നു. ചിരിച്ച് അല്ലേ? അതെ. ഇവര് ഇത്രയും തലകുത്തി പറഞ്ഞിട്ടും നാട്ടുകാർക്ക് ചിരി വന്നില്ല. അതുകൊണ്ടാണ് ഇവരെ പ്രോഗ്രാം സ്ഥലത്ത് കെട്ടിയിട്ടത്. അത് ശരി. അത് പ്രോഗ്രാം പൊളിഞ്ഞിട്ടൊന്നുമല്ല, ഒരു ആർട്ടിസ്റ്റ് കൃത്യസമയത്ത് എത്താത്തോണ്ടാ. അതുകൊണ്ടാ ഇത്രയും പ്രശ്നമായത്. പ്രോഗ്രാം മുടങ്ങിയത് കൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാ കമ്മിറ്റിക്കാര് പറയുന്നത്. എവിടെ നിന്ന് കൊടുക്കാനാ? അവിടെ നിന്ന് ഇവിടെ നിന്നും വിളിച്ചു വരുത്തി ആർട്ടിസ്റ്റുകളെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ ഒരു ചായ കുടിക്കാൻ പോലും പൈസ കാണൂല. പിന്നെ ഞാൻ ആരുടെയെങ്കിലും സ്കൂട്ടറിന്റെ പുറകെ ഇരുന്ന് ലിഫ്റ്റ് അടിച്ചാ വീട്ടിലെത്തുന്നത്. പിന്നെ ഞാൻ എവിടെ നിന്നാ ഈ പൈസ എടുത്ത് കൊടുക്കുന്നത്? സെബാസ്റ്റ്യ സർ, ഇന്നലെ രാത്രി പിടിച്ചു കെട്ടിയതാ. ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല സാറേ. നല്ല വിശപ്പാ സാറേ. കണ്ടോ, വിശപ്പിന് ഒരു കുറവുമില്ല. അതിനനുസരിച്ചുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ആരാകുമായിരുന്നു. എന്റെ കഴിവിനെ കുറിച്ച് കുറ്റം പറഞ്ഞോണ്ടല്ലേ പറയോടാ. നീയൊക്കെ കാരണം എനിക്ക് ഇത്ര ഇടി കിട്ടിയത്. മാത്രം കുറ്റം പറഞ്ഞാ മതിയാ. ചേട്ടാ, ആ കരച്ചിലേ ഒന്നുകൂടെ കാണിക്കോ ചേട്ടാ. എന്തൊരു കരച്ചില്. ആരാ സമിതിയുടെ സെക്രട്ടറി? ഞാനാണ് സാറേ. പിന്നെ തന്നെ SI സാർ വിളിക്കുന്നു. പോയിട്ട് വന്നിട്ട് വല്ല മിച്ചം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓ, നിങ്ങളിവിടെ അല്ല, ഞാൻ വരണോ? ഞാൻ പ്രാഥമിക കാര്യങ്ങൾ പോലും നടത്തിയിട്ടില്ല. ഞാൻ വരണോ അങ്ങോട്ട്? നീ ഇങ്ങോട്ട് വാ. വാ നീ ഇങ്ങോട്ട്. കൂടെ വാടേ. വാ വാ വാ. അവര് വരുമ്പോഴേക്കും പൃഥ്വിരാജിന്റെ ശബ്ദം ഒന്നുകൂടെ കേൾപ്പിക്കാൻ പറയണം. നിങ്ങളുടെ പ്രോഗ്രാം സമയം 10:30. നിങ്ങൾ വന്നത് 3 മണിക്കും. ഇതാണോ കലാകാരന്മാരുടെ പ്രതിബദ്ധത? സാറേ,
ഞങ്ങൾ 7 മണിക്ക് വന്നതാ. അപ്പോഴാ ഇവ അറിയിച്ചത് താമസിച്ചേ വരുവുള്ളെന്ന്. താനെന്താടോ താമസിച്ചേ? ഞാനൊരു ചെറിയൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാ സാറേ. ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ 16mm ആണോ? അല്ല സാർ, ഒരു ലോ ബഡ്ജറ്റ് സിനിമ. ഒരുപാട് നാളത്തെ ആഗ്രഹം സാർ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന്. അതുകൊണ്ട് ചാടി കയറി ഡേറ്റ് കൊടുത്തു. ഇന്നലെ അവർ ഷൂട്ടിംഗ് വെച്ചിരുന്നു. ഇവന്റെ സീൻ തീർന്നപ്പോൾ 12 മണിയായി. പിന്നെ അവനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നപ്പോൾ 3 മണിയായി. എങ്കിൽ എവൻ വരുന്നത് വരെ നിങ്ങൾക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നോ? ഇവൻ വരില്ല എന്ന് കരുതി കൂട്ടത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് ബാറിൽ കയറി സങ്കടം തീർത്തു. അവന് കയ്യിലും കാലിലും നിൽക്കാൻ മേലാത്ത അവസ്ഥയായി സാറേ. പക്ഷെ ഉള്ളത് പറയാനല്ലോ, 3 മണിക്ക് എത്തിയെങ്കിലും കമ്മിറ്റിക്കാരുടെ സ്നേഹവും ഒട്ടും കുറവില്ല. കൈമുട്ടും കാൽമുട്ടും ഇങ്ങനെ മാറി മാറി ഇടിച്ച്. സിനിമയെന്ന് കേൾക്കുമ്പോഴേ ചാടി പുറപ്പെട്ടോണം. നേരത്തെ എഗ്രിമെന്റ് ചെയ്ത പ്രോഗ്രാമിനെ കുറിച്ച് ഓർക്കണമായിരുന്നു. 6 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് വിടാമെന്ന് പറഞ്ഞതാണ് സാർ. അതുകൊണ്ട് പ്രോഗ്രാമും മുടങ്ങി, ഞങ്ങളുടെ ശരീരവും വിലങ്ങി. ഇന്നലെ കിള്ളിക്കുന്ന് ക്ഷേത്രത്തിൽ പരിപാടി കാണാനെത്തിയ പ്രേക്ഷകരെയാണ് നിങ്ങൾ നിരാശയിലാഴ്ത്തിയത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, പ്രേക്ഷകരാണ് ഒരു കലാകാരന്റെ ശക്തി. അവരെ നിരാശപ്പെടുത്തിയാൽ നിങ്ങളുടെ അന്നം മുടങ്ങും. ഞങ്ങൾക്ക് മനസ്സിലായി സാറേ. ഇനി പ്രോഗ്രാം പിടിക്കുമ്പോൾ കുഴപ്പക്കാരല്ലാത്തവരെ മാത്രമേ ഈ സമിതിയിൽ എടുക്കുകയുള്ളൂ. നിന്റെ കാര്യം പോക്കാം. ഇനിയും തല്ലുള്ള വയ്യ. അതെ, 50,000 രൂപ നഷ്ടപരിഹാരം അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരിക്കലും കൊടുക്കാൻ പറ്റില്ല സാറേ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് 12 മണിക്ക് അടൂരാ പ്രോഗ്രാം. സാർ ഇടപെട്ട് 1:30 ആക്കി തന്നാൽ ഇവിടെ ഞങ്ങൾ 8 മണിക്ക് പ്രോഗ്രാം നടത്തി കൊടുക്കാം. അല്ല, ലൈറ്റ് ആൻഡ് സൗണ്ടും ഞങ്ങൾ ഏറ്റു. അല്ലാതെ യാതൊരു മാർക്കും ഇല്ല സാർ. ഞാൻ കമ്മിറ്റിക്കാരോടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ പുറത്തിരിക്കും. യവനെ സൂക്ഷിച്ചോണം. ചെറിയ പടം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പൊക്കളെ. പോ. ഞങ്ങൾ ഇന്നലെ കൃത്യസമയത്ത് വന്നതുകൊണ്ട് നിങ്ങൾ കൂടുതൽ തല്ല് കിട്ടാതെ രക്ഷപ്പെട്ടു. നിങ്ങൾ ഉത്സവ പറമ്പിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രധാന ഐറ്റംസ് ഒന്ന് കാണിക്കോ? ഞങ്ങളും കൂടി ഒന്ന് വിലയിരുത്തട്ടെ. ഞാൻ ആ മരണ വീട്ടിന്റെ ബാക്കിയുടെ ശരി, കാണിക്ക്. അച്ചാന്ന് ഞാൻ ആരെ വിളിക്കും? എന്റെ അതിപ്പോ ചോദിക്കല്ലേ. അല്ല പറയമ്മ, ഇനി ഞാൻ ആരെ വിളിക്കും അച്ചാന്ന്? അത്ര നിർബന്ധമാണ്. താഴത്തെ വീട്ടിലെ കുട്ടം പണിക്കര വിളിയടാ പൊന്നു മോനെ, കൂടെ വിളിയടാ മോനെ, അപ്പ അമ്മ അച്ഛ എന്നൊക്കെ വിളിയടാ. അമ്മ പഞ്ചായത്ത് മെമ്പർ വന്നമ്മ. അയ്യോ എന്റെ പൊന്നു മെമ്പറേ, നിങ്ങളെ കൂട്ടുകാരൻ പോയേ. നിങ്ങൾ കൊണ്ടുവന്ന അറിയത്ത അവിടെ എവിടെയെങ്കിലും വെക്ക്. ഞാൻ വെച്ചിട്ട് പോയതല്ലേ. വീട്ടിൽ ചെന്നപ്പോ എന്റെ ചേട്ടന്റെ ഒറിജിനൽ ഫോട്ടോ അല്ല ഞാൻ കണ്ടത്. DDP എടുത്ത രൂപഭംഗിയില്ലാത്ത എന്റെ ഫോട്ടോയാണ് ഞാൻ കണ്ടത്. എനിക്കിത് സഹിക്കാൻ വയ്യേ. എനിക്ക് സഹിക്കാനാവുന്നില്ല. ഈ സങ്കടം ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും? എന്നെ കൂടെ കൊണ്ടുപോ. കാണുമ്പോ എനിക്ക് സങ്കടം പറഞ്ഞ. നിങ്ങൾ പോയതേ പോയി, അതും കൂടെ എടുത്തോണ്ട് പോകത്തൻ തന്നെ. വേറെ ഞാൻ പൃഥ്വിരാജിന്റെ സെല്ലുലോയിഡിലെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫിലിം. സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയണത്. പണ്ട് ലൂമിയർ ബ്രദേഴ്സ് ആദ്യമായിട്ട് പാരീസിൽ സിനിമ കാണിച്ചോണ്ടിരുന്നപ്പം ട്രെയിൻ വരണത് കണ്ടിട്ട് യഥാർത്ഥ ട്രെയിനാണെന്ന് കരുതി ആളുകൾ എഴിച്ചു വാടി പോലും. ഈ സിനിമയെന്ന് പറയണ ഒരു അത്ഭുതം തന്നെ ജാനറ്റെ. അതാണ് നിന്റെ ജാസി ഡാനിയൽ ഉണ്ടാക്കാൻ പോണത്. നോക്കിക്ക, ഈ കേരളക്കരകണ്ട ആദ്യ സിനിമാ പിടുത്തക്കാരനാവും നിന്റെ ഡാനിയൽ. നേരത്തെ കേട്ടത് സെല്ലുലോയിഡില്. ഇനി സാധാരണ രീതിയിൽ പൃഥ്വിരാജിന്റെ യഥാർത്ഥ സംസാരം എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇവൻ ഇടി കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്കിപ്പോ ആശകളോ പ്രതീക്ഷകളോ ഒന്നുമില്ല താര. ഒരുപാട് വൈകിപ്പോയി മാപ്പ് പറച്ചിലിനോ കുറ്റബോധത്തിനോ ഒന്നും എന്റെയോ തന്റെയോ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. പൃഥ്വിരാജിന്റെ ശബ്ദം അതുപോലെ തന്നെയായിരുന്നു. ഇവൻ ചെയ്യുന്നത് പ്രത്യേക പരിപാടിയാ. അതേത് പരിപാടി? മദ്യപിച്ച് മതോമത്തനായി സ്റ്റേജിൽ കയറി പരിപാടി കുളമാക്കുന്നതല്ലേ ഇവന്റെ മുഖ്യ പരിപാടി. നമുക്കറിയാം, കലാകാരന്റെ ലക്ഷ്യം മറ്റുള്ളവരെ രസിപ്പിക്കുക എന്നുള്ളതാണ്. അവൻ സ്വയം രസിക്കാൻ തുടങ്ങുമ്പോൾ അതോടെ അവന്റെ കഴിവുകൾ തീരുന്നു. മദ്യവും പെണ്ണും ഇത് രണ്ടും അകറ്റി നിർത്തിയാലേ കലാകാരന്റെ ജീവിതത്തിൽ വെളിച്ചം കിട്ടൂ. മനസ്സിലായോ? കറക്റ്റ്. സെബാസ്റ്റ്യ സാർ, അവരോട് വരാൻ പറ. സാർ ചെല്ലേ. ചെല്ല. ഞാൻ കമ്മിറ്റിക്കാരോട് സംസാരിച്ചു. അവർ 7:30 മണിക്ക് നിങ്ങൾക്ക് സ്റ്റേജ് തരും. ബാക്കി സൗകര്യങ്ങളും അവർ ഏർപ്പാട് ചെയ്ത് തരും. പക്ഷേ
ഇന്നലത്തെ കേട് തീർത്ത് പരിപാടി ഗംഭീരമാക്കണം, കയ്യടി മേടിച്ചോണം. കേട്ടല്ലോ? സാറിനെങ്കിലും ഒരു കലാകാരന്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിച്ചത്. ഞാനും ഒരു കലാകാരനാണോ. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാനായിരുന്നു താരം. മിമിക്രി എന്റെ ഐറ്റമായിരുന്നു. അപ്പൊ സാറും മിമിക്രി കൂട്ടുകാരനാ? ആ, പക്ഷേ ഇപ്പൊ പറ്റില്ല. സാർ പ്രാക്ടീസ് ചെയ്യണം. സാറിനെ കണ്ടാലറിയാം സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ മുഖം. ഈശ്വരന്റെ അനുഗ്രഹമല്ലേ. ആ, നിങ്ങളുടെ നമ്പറുകളൊക്കെ ഒന്ന് കാണട്ടെ. ഗൗരിയമ്മ പഴയകാല ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. അവരുടെ ശബ്ദമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സാർ അത് കേൾക്കുമല്ലോ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുത്തും ചവിട്ടും കൊണ്ട് ഞാൻ പാർട്ടിക്ക് വേണ്ടി വളരെയധികം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവരാരെ എന്നെ മൈൻഡ് ചെയ്യാതെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ അവർ എനിക്കൊരു വകുപ്പ്, തൈലം തളിക്കണ വകുപ്പ് എനിക്ക് തന്നു. കഴിഞ്ഞ 10 വർഷക്കാലം 4 വർഷത്തിന് മുമ്പ് കേരള സംസ്ഥാനത്ത് ജനങ്ങളുടെ ഒരു മന്ത്രിയായി ഞാൻ ഭരിച്ചു. ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് പൂത്തുവറക്കിന് ഡൽഹിയിലേക്ക് ഓട്ടിച്ചു. ഞാൻ അവിടെ ഫുട്പാത്തിൽ ഒരു പായം വിരിച്ച് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. 2 ജവാന്മാർ നേട്ടു, തും കോൺഖേന്ന് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഖേ എന്ന് പറഞ്ഞു. മലയാളിയാണെന്ന് മനസ്സിലായിപ്പോൾ എന്നെ നേരെ സോണിച്ചേരുമ്പോ കൊണ്ടു നിർത്തി. അപ്പോൾ തന്നെ വകുപ്പാണ്, ആ വകുപ്പാണ് സേനകളുടെ വകുപ്പാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ശബ്ദമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കേൾക്കുമല്ലോ. വിസിറ്റ് കേരള, ട്രിവാൻഡ്രം, the Padmanabhal temples, it's a nice place. These meetings place, this forest elephant's family, mothers, grandmothers, oldest mothers, and fathers and children's. നമ്മുടെ ഷീലാമ്മയുടെ ശബ്ദം ഒരിക്കലും മറക്കാൻ പറ്റതാണ്. ഷീലാമ്മയുടെ ശബ്ദം പറയട്ടെ. നാത്തൂന്മാരെ, പാപം നമ്പീശനെ എന്തിനിങ്ങനെ ക്രൂശിക്കുന്നു? വേണ്ട. അയ്യോ, ആ പാപം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എനിക്ക് സഹിക്കാനാകുന്നില്ല നാത്തൂന്മാരെ. എനിക്ക് സൗന്ദര്യം കൂടി പോയോ എന്ന് എനിക്ക് തന്നെ ഒരു അസൂയ. കാരണം എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം അയ്യോ എനിക്ക് തന്നെ അറിയില്ല. സാർ, ഞാൻ മിമിക്രിയില് ഞാൻ നമ്മുടെ സംവിധാനമില്ലേ സാർ, ലാൽ ജോസിനെ കാണിച്ചോട്ടെ സാർ. മലയാള സിനിമയിലെ ഒരു നല്ല പ്രമുഖ നടന്മാരെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാനിപ്പോ അഭിനയിച്ചതും സംവിധാനം ചെയ്തതുമായിട്ടുള്ള എല്ലാ സിനിമകളും ഇപ്പൊ സൂപ്പർ ഹിറ്റാണ്. അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ദിലീപാണ്. ദിലീപിനോട് വളരെ നന്ദിയുണ്ട് സാറേ. പിന്നെ നമുക്ക് ഇപ്പോ നമ്മുടെ യുവ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയപ്പെടുന്ന നമ്മുടെ പൃഥ്വിരാജിനെ ഞാനൊന്ന് കാണിക്കാം. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. യു നോ ദി ആർ, നീ നോട്ട് യു. 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കാം ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. I always play to win. സാധാരണ സുരേഷ് ഗോപി സിനിമയിൽ പറയുന്നത് മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും എന്നൊക്കെയാണ്. പക്ഷെ ഇന്റർവ്യൂവിന് വരുമ്പോ ഈ ഉച്ചിഷ്ടവും അമേദ്യവും ഒന്നും വരില്ല സാർ. സാധാരണ സുരേഷ് ഗോപിയുടെ ശബ്ദം ഞാൻ കാണിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ മനസ്സിന്റെ ഒരു കോണിൽ നിന്നും സിനിമ പുനർജനിക്കുന്ന ഒരുപാട് ആളുകളെ ക്രോഡീകരിച്ച് നമ്മൾ സിനിമ ചെയ്യണം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അങ്ങനെ ആയിരിക്കണം സിനിമകള്. പണ്ട് ഓണക്കാലത്തൊക്കെ അച്ഛൻ ഇങ്ങനെ ഓരോ ചെടികളും നട്ടിട്ട്, വെണ്ട നട്ടിട്ട്, ഓണം കഴിയുമ്പോൾ അച്ഛൻ പറയും സുരേഷിന്റെ വെണ്ട എന്ന് അച്ഛൻ പറയാറുണ്ട്. സുരേഷിന്റെ തക്കാളി, അച്ഛന് വളരെയധികം സപ്പോർട്ടുള്ള വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ. അതിലെനിക്ക് വളരെ സന്തോഷം. സിനിമകൾ കാണുക, വിജയിപ്പിക്കുക. വളരെയധികം നന്ദി സാറേ. അടുത്തത് മോഹൻലാൽ, നമ്മുടെ പത്മശ്രീ ലാലേട്ടന്റെ ശബ്ദമാണ്. അപ്പോ ഇതിനിത്തിരി എരിവും പുളിയൊക്കെ വരും, വേറെ തോന്നരുത്. ചെയ്തോട്ടെ? ശരി, ആയിക്കോട്ടെ. തമ്പുരാനെ എന്ന് വിളിച്ച നാവ് കൊണ്ട് തന്നെ ചെറ്റ എന്ന് വിളിക്കേണ്ടി വന്നതിൽ എനിക്ക് മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേടൻ ചെറ്റെ, താൻ ആരാടോ നാട്ടുരാജാവോ? തന്റെ കളരിയും തരികിട നമ്പരും ഒക്കെ ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളോട്. ഇതാള് വേറെയാ. പക്ഷെ ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടെ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടു പോകൂ. നീ പോടാ മോനെ ദിനേശ. അടുത്തത് നമ്മളെ ലീഡർ കെ കരുണാകരൻ സാറിന്റെ മകൻ മുരളീധരൻ സാർ. അച്ഛൻ എന്നോട് ആദ്യം പറഞ്ഞു ഇടത്തോട്ട് ചാടാൻ.
അത് കഴിഞ്ഞ് പറഞ്ഞു വലത്തോട്ട് ചാടാൻ. ഞാൻ ഇടത്തോട്ടും ചാടി വലത്തോട്ടും ചാടി. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാവോ? അച്ഛൻ പാർട്ടിക്ക് അകത്തുമായി, ഞാൻ പുറത്തുമായി. ഇതാണ് സംഭവിച്ചത്. ജയ് ഗുരുവായൂരപ്പ. സാറേ, അടുത്തത് നിങ്ങളെ പോലെയൊക്കെ പോലീസ് വേഷങ്ങൾക്ക് അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്ന സുരേഷ് ഗോപി സാറ് ചെയ്തോട്ടെ സാർ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഐ എം ഭരത് ചന്ദ്രൻ IPS. നീ പോട പുല്ലേ. കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടെ ഭാവം വേണം. പിന്നെ ഈ മുഖം വക്രിച്ചുള്ള അഭിനയം അതങ്ങ് ഒഴിവാക്കണം. അഭിനയത്തിൽ എപ്പോഴും ഒരു മിതത്വം ഉണ്ടായിരിക്കണം, സട്ടിലായിരിക്കണം. മിമിക്രിക്ക് ഇത്തിരി എക്സാഗുലേഷൻ വേണം സാർ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഏത് കലയാണെങ്കിലും മിതത്വം പാലിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. നിങ്ങൾ സുരേഷ് ഗോപിയെ കാണിച്ചു, അത് എന്തുമാത്രം വൾഗാരിറ്റിയാണ് ചെയ്തത്. ഒരു നടനെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യൂ, ജനങ്ങൾ അംഗീകരിക്കും. ജനത്തിന് ഇത്തിരി ഓവർ ആക്ഷൻ ഇഷ്ടമാണ് സാറേ. അതൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ്. പ്രത്യേകിച്ച് മിമിക്രിയിൽ പോലീസുകാരെ നിങ്ങൾ കളിയാക്കുന്നുണ്ടോ? അതങ്ങ് നിർത്തിയേക്കണം. ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മറക്കരുത്. അതെന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും സാറേ. പ്രശ്നങ്ങൾ തീർന്ന സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ട് എങ്ങോട്ട് അല്ല, പുറത്തോട്ട്. ഇത്രയും നേരം നിങ്ങൾ അവതരിപ്പിച്ച ഞാൻ സഹിച്ചില്ലേ? ഇനി എന്റെ ഒരു പെർഫോമൻസ് കൂടെ കണ്ടിട്ട് പോയാ മതി. അത് ഇനി ഒരിക്കലായാൽ പോരെ സാറേ? പോരാ. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, നിങ്ങളൊക്കെയാണ് മിമിക്രിയിലെ രാജാക്കന്മാരും. അതൊന്ന് തിരുത്തണം. ഏതൊരു പോലീസുകാരനിലും ഒരു കലാകാരൻ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് കാട്ടാനും ഞാനൊരു മിമിക്രി കാണിക്കും. സുരേഷ് ഗോപിയുടെ സൂക്ഷ്മ അഭിനയം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടോ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടോ അമേദ്യോ 4 നേരം മൃഷ്ടാനം ഭക്ഷിച്ച് ആസനത്തിൽ വാരം ചുരുട്ടിയിരിക്കുന്ന തനിക്ക് ആ പേര് ചേരൂ, എനിക്ക് ചേരില്ല. ഐ ആം ഭരത് ചന്ദ്രൻ IPS. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്താണോ ഇത്? പുല്ല് പറിക്കാൻ വന്ന മിമിക്രിക്കാര്. ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനാണ് ഞാൻ തന്നോട് പറഞ്ഞത്, അല്ലാതെ മിമിക്രി പഠിപ്പിക്കാനല്ല. പോലീസ് സ്റ്റേഷൻ കലാഭവനാക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. ഒരു സബ് ഇൻസ്പെക്ടറുടെ മാന്യത തൊട്ട് സ്റ്റേഷനിൽ കൂത്താട് നടത്തുകയാണ്. തനിക്കെതിരെ ഞാൻ നടപടിയെടുത്തിരിക്കുന്നു.